നമസ്കാരം, പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആദ്യം ഒരു സന്തോഷ വാർത്തയാണ് പറയുന്നത്. ജർമ്മനിയിലെ വിമാനയാത്രാ ചെലവ് കുറഞ്ഞേക്കും. ടിക്കറ്റ് നികുതി കുറയ്ക്കാൻ ജർമ്മൻ പാർലമെന്റ് അനുവാദം നൽകി. ജർമ്മനിയിൽ വിമാന ടിക്കറ്റുകളുടെ മേലുള്ള നികുതി, അതായത് ടിക്കറ്റ് സ്റ്റോയർ കുറയ്ക്കാൻ പാർലമെന്റ് തീരുമാനിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി പാസാക്കിയത്. നികുതി കുറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചെറിയ ദൂരങ്ങൾ, അതായത് 1500 കിലോമീറ്റർ വരെ 2.50 യൂറോ കുറയും. മധ്യദൂരങ്ങളായി കണക്കാക്കുന്നത് 1500 മുതൽ 3500 കിലോമീറ്റർ ആണ്. ഇവിടെ 6.33 യൂറോയാണ് കുറയുന്നത്. കൂടിയ ദൂരങ്ങളായി 3500 കിലോമീറ്ററിന് മുകളിലുള്ളതൊക്കെ തന്നെ കണക്കാക്കും. ഇവിടെ 11.40 യൂറോയാണ് കുറയുന്നത്. ഈ നികുതി ഇളവ് യാത്രക്കാർക്ക് കൈമാറണമെന്ന് ധനമന്ത്രാലയം വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരുമാനം മൂലം ജർമ്മൻ സർക്കാരിന് 2026 രണ്ടാം പകുതിയിൽ 170 മില്യൺ യൂറോയുടെയും തുടർന്നുള്ള വർഷങ്ങളിൽ വർഷം തോറും 355 മില്യൺ യൂറോയുടെയും നികുതി നഷ്ടമുണ്ടാവുമെന്നും കണക്കുകൾ പറയുന്നു. വ്യോമയാന മേഖല ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. യൂറോപ്പിൽ ജർമ്മനിയിലാണ് വിമാന കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ സർക്കാർ നികുതി ചുമത്തിയിട്ടുള്ളതെന്നും ഈ വലിയ ഇളവ് ആശ്വാസമാണെന്നും പറയുന്നു. അതേസമയം പരിസ്ഥിതി സംഘടനകൾ ഇതിനെ ശക്തമായി എതിർത്തു. ഇറാൻ യുദ്ധം കാരണം പല റൂട്ടുകളിലും വിമാന ടിക്കറ്റ് നിരക്കുകൾ നിലവിൽ വളരെ കൂടുതലാണ്. അന്താരാഷ്ട്ര വിപണിയിലെ പ്രതിസന്ധികൾ കാരണം വിമാന ഇന്ധനത്തിന്റെ വില കുത്തനെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ജർമ്മനിയിൽ അഭയത്തിന് അപേക്ഷിച്ചവർക്കും താൽക്കാലിക താമസാനുമതി ഉള്ളവർക്കും രാജ്യത്തെത്തുന്ന ആദ്യ മാസങ്ങളിൽ സാധാരണ പൗരന്മാർക്ക് ലഭിക്കുന്ന പൂർണ്ണമായ സാമൂഹിക സുരക്ഷാ സഹായത്തിന് അർഹതയില്ലെന്ന് ജർമ്മൻ ഭരണഘടനാ കോടതി സ്ഥിരീകരിച്ചു. സ്ഥിരമായ താമസാനുമതി ഇല്ലാത്തവർക്കുള്ള ആനുകൂല്യങ്ങൾ താൽക്കാലികമായി കുറയ്ക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ജർമ്മനിയിലെത്തിയ ആദ്യത്തെ 15 മാസങ്ങളിൽ അടിസ്ഥാന സഹായങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് സാധാരണ ലഭിക്കുന്ന തുകയേക്കാൾ ഏകദേശം 20% കുറവാണ്. ജർമ്മനിയിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കാത്തവർക്ക് ഇവിടെയുള്ള ജീവിതവുമായി പൊരുത്തപ്പെടുന്നതിനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കും വലിയ തുകയുടെ ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ വാദം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കൊളോൺ മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിൽ നിറസാന്നിധ്യമായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി സണ്ണി ഇളപ്പുങ്കൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കൊളോൺ റോണ്ടോർഫിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരം പിന്നീട് കൊളോണിൽ നടക്കും. കൊളോൺ കേരള സമാജത്തിന്റെ ഭരണസമിതി അംഗമായി നീണ്ട വർഷക്കാലം സ്പോർട്സ് സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പോർട്ടർ കൂടിയായ സണ്ണി കൈരളി കലാസമിതി, ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബ്, ബയന്താൾ കുടുംബ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. വോളിബോൾ, ബാഡ്മിന്റൺ കളിയിലും 2 തവണ മാരത്തോൺ ഓട്ടത്തിൽ, അതായത് 42.195 കിലോമീറ്റർ ദൂരം പിന്നിട്ട് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൊളോണിലെ ഇന്ത്യൻ കൂട്ടായ്മയുടെ പ്രൈസൈറ്റ് ഗ്രൂപ്പിലും 56 ചീട്ടുകളിയിൽ ആശാനും ആയിരുന്നു. കൊളോണിലെ കറുത്ത മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ചിത്രം സ്ഥാപിച്ച് പ്രാർത്ഥനയും നൊവേനയും നടത്താൻ സണ്ണിയാണ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്. മേരിയാണ് ഭാര്യ. മക്കൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറായ തോംസൺ, ഡോക്ടർ ജെയ്സൺ, സോണിയ എന്നിവരാണ്. മരുമകൾ അനിത, കൊച്ചുമക്കൾ അമീസ, മീറ. പ്രിയ സുഹൃത്ത് സണ്ണിയുടെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം പരേതന്റെ ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു. ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതോ നിലവിൽ ഇവിടെ താമസിക്കുന്നതോ ആയ വിദേശ വിദഗ്ധ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് താമസ സൗകര്യം എന്നത്. ഇത് കണ്ടെത്തുക വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ജർമ്മനിയിലെ എക്സ്പേർട്ട് കൗൺസിൽ ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ഭവനക്ഷാമം ജർമ്മനിക്ക് ആവശ്യമായ മിടുക്കരായ വിദേശ തൊഴിലാളികളെ ആകർഷിക്കുന്നതിന് വലിയൊരു തടസ്സമായി മാറിയിരിക്കുകയാണ്. നല്ല ശമ്പളമുള്ള തൊഴിലാളികൾക്ക് പോലും ജർമ്മനിയിൽ വീട് കണ്ടെത്തുക എന്നത് കഠിനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജോലി നൽകുന്ന കമ്പനികൾ താമസ സൗകര്യം കൂടി ഒരുക്കി തരണമെന്ന് ഭൂരിഭാഗം വിദേശ തൊഴിലാളികളും ആഗ്രഹിക്കുന്നു. പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ജർമ്മനിയിലെ 17% കമ്പനികൾ മാത്രമാണ് ജീവനക്കാർക്ക് വീട് കണ്ടെത്താൻ എന്തെങ്കിലും സഹായം നൽകുന്നത്. സ്വന്തമായി താമസ സൗകര്യം നൽകുന്നത് വെറും 5% കമ്പനികൾ മാത്രമാണ്. പ്രതിസന്ധി മറികടക്കാൻ ചില വൻകിട കമ്പനികൾ സ്വന്തം നിലയിൽ ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സീമെൻസ് പോലുള്ള കമ്പനികൾ പുതിയ ജീവനക്കാർക്ക് വാടക ഉണ്ടാക്കാനും മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾക്കും സഹായവും നൽകുന്നുണ്ട്. താൽക്കാലിക താമസമായി റോഷ് കമ്പനി പുതിയ ജീവനക്കാർക്ക് സ്ഥിരമായ ഒരു വീട് ലഭിക്കുന്നതുവരെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ താൽക്കാലിക ബോർഡിംഗ് ഹൗസുകൾ ഒരുക്കുന്നുണ്ട്. ഹാംബുർഗിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി തങ്ങളുടെ പഴയൊരു ഡിപ്പോ 400 ജീവനക്കാർക്കുള്ള ഫ്ളാറ്റാക്കി മാറ്റി. ബെർലിനിലെ ഷാരിറ്റെ ഹോസ്പിറ്റൽ വിദേശത്ത് നിന്ന് വരുന്ന നഴ്സുമാർക്കായി 80 ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഡോയ്ച്ചെ ബാൻ റെയിൽവേ കമ്പനി ഫ്ളാറ്റുകൾ മൊത്തമായി വാടകയ്ക്കെടുത്ത് ജീവനക്കാർക്ക് ഉപവാടകയ്ക്ക് നൽകുന്ന
നിയമിക്കുന്ന സമ്പ്രദായവും ഉണ്ട്. ബെർലിനിൽ പല കമ്പനികൾ ചേർന്ന് ജീവനക്കാർക്കായി 120 ഫ്ളാറ്റുകളും കുട്ടികൾക്കുള്ള ഡേ കെയറും അടങ്ങുന്ന ഹാവൽ ഷാൻസെ എന്നൊരു പദ്ധതി സംയുക്തമായി നിർമ്മിക്കുന്നുണ്ട്. ചെറിയ കമ്പനികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവനക്കാർക്ക് ഇത്തരം ഭവന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുന്നില്ല. കൂടാതെ ഉയർന്ന നിർമ്മാണ ചെലവും സ്ഥലമില്ലായ്മയും നിയമപരമായ തടസ്സങ്ങളും വലിയ കമ്പനികൾക്കും ഒരു വെല്ലുവിളിയായി തുടരുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്കും ഇവിടെ കുടിയേറുന്നവർക്കും ഇപ്പോൾ വീട് കിട്ടാത്ത ഒരവസ്ഥയാണ് ജർമ്മനിയിൽ. യൂറോപ്പിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കുമെന്ന US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന്റെ പ്രസ്താവനകളെ തിരുത്തിക്കൊണ്ട് നാറ്റോ സഖ്യകക്ഷിയായ പോളണ്ടിലേക്ക് 5000 സൈനികരെ അധികമായി അയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. തന്റെ ട്രൂത്ത് സോഷ്യൽ മാധ്യമത്തിലൂടെയാണ് ട്രംപ് ഈ വിവരം അറിയിച്ചത്. യൂറോപ്പിലുള്ള US ആർമി ബ്രിഗേഡുകളുടെ എണ്ണം 4ൽ നിന്ന് 3ആയി കുറയ്ക്കുമെന്ന് പെന്റഗൺ 2 ദിവസം മുമ്പാണ് അറിയിച്ചത്. യൂറോപ്പിന്റെ പ്രതിരോധ ചുമതല ഇവിടുത്തെ രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായിരുന്നു ഇത്. എന്നാൽ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഇതിന് വിരുദ്ധമാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ മരിച്ച കല്ലാട്ട് മരിയ ജോർജിന്റെ സംസ്കാരം മെയ് 23 ശനിയാഴ്ച നടക്കും. മരിയയുടെ മൃതദേഹം ജർമ്മനിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മെയ് 20 ബുധനാഴ്ച വൈകിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ന്യൂഡൽഹി വഴി മെയ് 22 കൊച്ചിയിൽ എത്തിക്കും. അവിടെ നിന്ന് വീട്ടുകാർ ഏറ്റുവാങ്ങി വീട്ടിലെത്തിക്കും. രാവിലെ 10 മണിക്ക് ഇടുക്കി മഞ്ഞപ്പാറയിലുള്ള സ്വഭവനത്തിൽ ആരംഭിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഭർത്താവ് ഇടുക്കി മണിപ്പാറ കരിമ്പൻ പാരേക്കുടിയിൽ അജിത് ന്റെ ഭാര്യയാണ് മരിയ. ഇടുക്കി മഞ്ഞപ്പാറ കല്ലാട്ട് വീട്ടിൽ KJ ജോർജിന്റെയും നസിയമ്മ പോളിന്റെയും മകളാണ് മരിയ. ക്യാൻസർ ചികിത്സയിലിരിക്കെ മെയ് 13 മരിയ മരണത്തിന് കീഴടങ്ങുന്നത്. 26 വയസ്സായിരുന്നു. പാരീസിലെ വിഖ്യാതമായ ഈഫൽ ടവറിന്റെ ചരിത്രപ്രധാനമായ ഒരു ഗോവണിപ്പടി ഭാഗം പാരീസിൽ നടന്ന ലേലത്തിൽ ഒരു ഫ്രഞ്ച് സ്വദേശി സ്വന്തമാക്കി. 4,50,000 യൂറോയ്ക്കാണ് ഇത് വിറ്റുപോയത്. 1889 ഐഫൽ ടവർ നിർമ്മിച്ച കാലത്തെ യഥാർത്ഥ ഗോവണിയുടെ ഭാഗമാണിത്. 3 മീറ്ററോളം ഉയരമുള്ള ഈ ഭാഗത്തിന്റെ 14 പടികളുണ്ട്. ഇതിന്റെ ഭാരം 1.4 ടണ്ണാണ്. ഈഫൽ ടവറിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു സർപ്പിൾ ആകൃതിയിലുള്ള ഗോവണിയുടെ ഭാഗമായിരുന്നു ഇത്. യൂറോപ്പിൽ മെഡിക്കൽ പഠനത്തിന് സൗകര്യമൊരുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വിദ്യാർത്ഥിയിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തു. കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കരിയർ ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ചതിക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ കേസെടുത്തത്. സ്ഥാപന ഉടമ വിഷ്ണു പ്രസാദ് എന്ന 55 വയസ്സുകാരനെയും ജീവനക്കാരായ ശ്രീകാന്ത്, കേസിയ, രേവതി എന്നിവരെയും 1 മുതൽ 4 വരെയുള്ള പ്രതികളാക്കി. കലൂർ കർത്തൃക്കടവ് സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി. ജോർജിയയിലെ അക്കാദമി സെറിറ്റേലി സ്റ്റേറ്റ് സർവകലാശാലയിൽ 21 ലക്ഷം രൂപയ്ക്ക് MBBS പഠനം പൂർത്തിയാക്കാമെന്നായിരുന്നു വാഗ്ദാനമെന്ന് പരാതിയിൽ പറയുന്നു. വിസ വന്ന ശേഷം കമ്പനി നൽകിയ യൂണിവേഴ്സിറ്റി കോർഡിനേറ്ററുടെ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ കോഴ്സിന് 48 ലക്ഷം ചെലവാകുമെന്ന് അറിഞ്ഞു. കഴിഞ്ഞ ജൂലൈ മുതൽ 4 തവണയാണ് 6 ലക്ഷത്തോളം രൂപ കൈമാറിയത്. സൗത്ത് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കർത്തൃക്കടവ് സ്വദേശിനി പരാതി നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് കേസെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.